ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ആഴമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ കൈകളോ കാലുകളോ അല്ലെങ്കിൽ ശരീരം മുഴുവനായി വിറയ്ക്കുന്നതായി തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുമ്പോൾ പെട്ടെന്ന് എവിടെ നിന്നറിയാതെ ഒരു വിറയൽ നിങ്ങളെ പിടികൂടുന്നു. പലരും ഇത് കാണുമ്പോൾ പേടിക്കാറുണ്ട്. എനിക്ക് വല്ല അസുഖവുമാണോ, അല്ലെങ്കിൽ എൻ്റെ മേൽ എന്തെങ്കിലും ദുഷ്ടാരൂപിയും ഉണ്ടോ എന്നൊക്കെ പലരും സംശയിക്കാറുണ്ട്. ചിലർ ലജ്ജ കൊണ്ട് ഇത് ആരോടും പറയാറുമില്ല. എന്നാൽ കേൾക്കുക, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഈ പ്രതികരണം വെറുതെ സംഭവിക്കുന്നതല്ല. നിങ്ങൾ പ്രാർത്ഥനയിൽ ദൈവത്തോട് അടുക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിലും ശരീരത്തിലും സംഭവിക്കുന്ന ചില വലിയ ആത്മീയ അത്ഭുതങ്ങളുടെ അടയാളമാണ്. നിങ്ങളുടെ ശരീരം ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയാണ് ഇത്. പ്രാർത്ഥനയിൽ ഇത്തരം അനുഭവം ഉണ്ടാകുന്നതിൻ്റെ അതിശക്തമായ കാരണങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇത് കേട്ട് കഴിഞ്ഞാൽ പ്രാർത്ഥനയിലെ ഈ വിറയലിനെ ഒരിക്കലും പേടിയോടെ കാണില്ല. നമ്മുടെ രഹസ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയ്ക്കിടെ ഇങ്ങനെയുള്ള വിറയലോ, ശരീരത്തിൽ ഒരു പ്രത്യേക ചൂടോ അല്ലെങ്കിൽ ഒരു ഭാരമോ നിങ്ങൾക്കെപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെ എന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. കൂടാതെ അങ്ങയുടെ സാന്നിധ്യം എനിക്ക് അനുഭവവേദ്യമാക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഈ തുറന്ന മനസ്സ് ദൈവത്തിൻ്റെ വലിയ കൃപകൾ സ്വീകരിക്കാൻ നിങ്ങളെ സഹായിക്കട്ടെ. ഒന്നാമത്തെ കാരണം, നിങ്ങളുടെ ബലഹീനമായ ശരീരം ദൈവത്തിൻ്റെ അതിശക്തമായ മഹത്വത്തോട് പ്രതികരിക്കുന്നതാണ്. നമ്മുടെ ശരീരം മണ്ണാൽ നിർമ്മിതവും പരിമിതവുമാണ്. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അതിപരിശുദ്ധവും തീക്ഷ്ണവുമാണ്. ഈ രണ്ട് ശക്തികൾ ചേർന്ന് കൂട്ടിമുട്ടുമ്പോൾ ശരീരം വിറയ്ക്കുന്നത് സ്വാഭാവികമാണ്. ബൈബിളിൽ ദാനിയേൽ പ്രവാചകൻ ഒരു സ്വർഗീയ ദർശനം കണ്ടപ്പോൾ പറഞ്ഞതോർക്കുക. എൻ്റെ ശക്തി ചോർന്നുപോയി, എൻ്റെ മുഖം തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിൽ മാറിപ്പോയി, എൻ്റെ ശക്തി അറ്റു. അപ്പോൾ ഞാൻ അവൻ്റെ സ്വരം കേട്ടു. അവൻ്റെ സ്വരം ശ്രവിച്ച ഞാൻ പ്രജ്ഞ അറ്റ് നിലംപതിച്ചു. എന്നാൽ ഒരു കരം എന്നെ സ്പർശിച്ചു. അവൻ എന്നെ എഴുന്നേൽപ്പിച്ചു. വിറയലോടെയാണെങ്കിലും മുട്ടും കൈയും ഊന്നി ഞാൻ നിന്നു. ഹീബ്രു ഭാഷയിൽ ദൈവമഹത്വത്തിന് കബാദോത്ത് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം ഭാരം എന്നാണ്. ദൈവത്തിൻ്റെ ആത്മീയ ഭാരം നിങ്ങളുടെ മേൽ പതിക്കുമ്പോൾ നിങ്ങളുടെ അസ്ഥികൾ വിറയ്ക്കുന്നത് ദൈവസാന്നിധ്യം അവിടെ ഉണ്ടെന്നുള്ളതിൻ്റെ വലിയൊരു അടയാളമാണ്. നിങ്ങളുടെ ആത്മാവിന് താങ്ങാൻ കഴിയുന്നത് നിങ്ങളുടെ അസ്ഥികൾക്ക് താങ്ങാൻ കഴിയാതെ വരുമ്പോഴാണ് ഈ വിറയൽ ഉണ്ടാകുന്നത്. രണ്ടാമത്തെ അത്ഭുതം, പ്രാർത്ഥന എന്നത് വെറും വാക്കുകളല്ല, അതൊരു സർജറിയാണ്. നമ്മുടെ മനസ്സിൽ വർഷങ്ങളായി അടക്കി വച്ചിരിക്കുന്ന വേദനകൾ, ഭയം, ആരുമറിയാത്ത രഹസ്യപാപങ്ങൾ എന്നിവയെ ദൈവം സ്പർശിക്കുമ്പോൾ നിങ്ങളുടെ നാഡീവ്യൂഹം അതിനോട് പ്രതികരിക്കും. നിങ്ങൾ ഒരാളോട് ക്ഷമിക്കുമ്പോഴോ വർഷങ്ങളായി കൊണ്ടു നടന്ന രഹസ്യം ദൈവത്തോട് പറയുമ്പോഴോ ശരീരം വിറയ്ക്കാറുണ്ട്. വിശുദ്ധ വചനം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഒരു വലിയ കരച്ചിലിന് ശേഷം ശരീരം വിറയ്ക്കുന്നത് പോലെ ആത്മീയമായി ഒരു വിടുതൽ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ശരീരം ആ ഭാരം പുറത്തേക്ക് കളയുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ആത്മാവ് സമാധാനത്തോടെ ഒന്ന് ശ്വാസം വിടുന്നത് പോലെ. ഇത് നിങ്ങളുടെ ഉള്ളിലെ മുറിവുകൾ സുഖപ്പെടുത്തുന്നതിനുള്ള അടയാളമാണ്. മൂന്നാമതായി നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ് ആത്മീയ യുദ്ധം. എല്ലാ വിറയലും സമാധാനപരമല്ല. ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ അന്ധകാര ശക്തികളെയോ കെട്ടുകളെയോ പുറത്താക്കുമ്പോഴും ശരീരം വിറയ്ക്കാം. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അശുദ്ധ രൂപിയുള്ള ബാലനെ ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവർ അവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ട ഉടനെ ആത്മാവ് കുട്ടിയെ തള്ളിയിട്ടു. അവൻ നിലത്തു വീണ് ഉരുളുകയും അവൻ്റെ വായിലൂടെ നുരയും പതയും പുറപ്പെടുകയും ചെയ്തു. ദൈവത്തിൻ്റെ നാമവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അന്ധകാരത്തോട് പോരാടുമ്പോൾ
ശരീരം അതിനോട് പ്രതികരിക്കും. എങ്ങനെ തിരിച്ചറിയാം? വിറയലിന് ശേഷം നിങ്ങൾക്ക് വലിയൊരു സമാധാനവും സന്തോഷവും ദൈവത്തോടുള്ള ദാഹവും തോന്നുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വിടുതലാണ്. എന്നാൽ വിറയലിന് ശേഷം ഭയവും അസ്വസ്ഥതയുമാണ് തോന്നുന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രാർത്ഥനയും ഒരു വൈദികൻ്റെ സഹായവും തേടുക. ഭയപ്പെടേണ്ട, ഈശോയുടെ നാമം സകല മുട്ടുകളെയും വിറപ്പിക്കാൻ ശക്തിയുള്ളതാണ്. നാലാമതായി, ദൈവം എത്ര വലിയവനാണെന്നും ഞാൻ എത്ര ചെറിയവനാണെന്നും എന്നുള്ള തിരിച്ചറിവ് നിങ്ങളെ വിറപ്പിക്കാം. പല വിശുദ്ധന്മാരും കുർബാന അർപ്പിക്കുമ്പോൾ വിറയ്ക്കുകയായിരുന്നു. ഇത് പേടിയല്ല, മറിച്ച് ദൈവത്തോടുള്ള അതിരറ്റ ബഹുമാനമാണ്. പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. ദൈവം വെറുമൊരു സങ്കല്പമല്ല, മറിച്ച് കത്തുന്നൊരു യാഥാർത്ഥ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങുമ്പോൾ നിങ്ങളുടെ ശരീരം നിയന്ത്രണം വിട്ട് വിറയ്ക്കാം. അത് ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് മുൻപിൽ നമ്മുടെ ശരീരം നൽകുന്ന ആദരവാണ്. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിൽ ശരീരം വിറയ്ക്കുമ്പോൾ നിങ്ങൾ ലജ്ജിക്കേണ്ടതില്ല. അത് ദൈവത്തിൻ്റെ സ്പർശനമോ സൗഖ്യമോ ആകാം. എന്നാൽ ഓർക്കുക, വിറയലല്ല പ്രധാനം. നിങ്ങളുടെ ഹൃദയം ദൈവത്തിനു മുൻപിൽ കീഴടങ്ങുന്നതാണ് പ്രധാനം. നിങ്ങളുടെ ഹൃദയം ദൈവത്തിലേക്ക് അർപ്പിച്ചുകൊണ്ട് നന്മയേറിയ ഒരു ജീവിതം നയിപ്പാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ. ആമേൻ.